മാം ഈ ഇടയ്ക്ക് ഫലപ്രാശനം എന്ന് പറഞ്ഞൊരു വേർഡിങ് കേൾക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മാം ശരിക്കും പറഞ്ഞാൽ? ഫലപ്രാശനം എന്ന് പറഞ്ഞാൽ ഫലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. അതായത് നമ്മൾ ചോറൂണ് എന്നൊക്കെ പറയുന്നതിന് അന്നപ്രാശനം എന്നാണ് പറയാറ്. അപ്പോൾ അത് അന്നം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. അതേപോലെ തന്നെ ഫലം, അതായത് ഫലരസം, അതായത് ഫ്രൂട്ട് ജ്യൂസ്. ഞാൻ സാധാരണ പറയുകയാണെങ്കിൽ ഒരു ഫ്രൂട്ട് ജ്യൂസ് കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയം. സോ 6 മാസം വരെ നമ്മൾ കംപ്ലീറ്റ്ലി ബ്രസ്റ്റ് ഫീഡ് ആയിരിക്കണം. അത് അമ്മയുടെ പാല് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ പിന്നെന്ത്? അവിടെയാണ് നമ്മൾ സഡനായി ഫുഡ് അന്നത്തിലോട്ട് പോവുകയല്ല. അവിടെ നമ്മൾ ആദ്യം വേറെ രസങ്ങളായിട്ടുള്ള ഫ്രൂട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിന് ഫ്രൂട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്നല്ല അതിനർത്ഥം. ഫ്രൂട്ട് സ്മാഷ് ചെയ്ത് അതിൻ്റെ ഫ്രൂട്ടിൻ്റെ രസം ഡയറക്റ്റ് നമ്മൾ കുട്ടിക്കൊരു ന്യൂ ടേസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ അത് ഓൾറെഡി കുട്ടിൻ്റെ ഗട്ട് കുറേശ്ശെ മെച്ചുവേർഡ് ആയിട്ടുണ്ടാവും. പുതിയ രസങ്ങളെ കുറിച്ച് കുട്ടിക്ക് അറിയാനും പുതിയ ന്യൂട്രിയൻസ്, മിൽക്കിലുള്ള ന്യൂട്രിയൻസ് മാത്രം പോരാ, കുട്ടിയുടെ 6 മാസം കഴിഞ്ഞുള്ള കുട്ടിയുടെ ഒരു ഡെവലപ്മെൻറ്റ് അതിന് കുറച്ചും കൂടി വിറ്റാമിൻസും ന്യൂട്രിയൻസും വേണ്ടെടുത്ത് നമ്മൾ സാധാരണയായിട്ടുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യും. എന്ന് വിചാരിച്ച് നമ്മൾ വലിയ ഇമ്പോർട്ടൻറ്റ് ഫ്രൂട്ട്സ് ഒന്നുമല്ല, സാധാരണയായിട്ട് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന, അതായത് സീസണൽ ഫ്രൂട്ട്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ആ ഫ്രൂട്ട്സ് സ്മാഷ് ചെയ്തു അതിൻ്റെ രസം എടുത്തു അതിന് നിങ്ങൾക്ക് സ്പൂണായിട്ടോ അല്ലെങ്കിൽ അതിന് ഫ്രൂട്ട് സിപ്പേഴ്സ് ഉണ്ടാവും അതിലേക്കായിട്ട് കൊടുക്കാം.